നമസ്കാരം. തിരുവാതിര ആഘോഷം, ചടങ്ങുകൾ, അതിൻ്റെ പ്രധാനപ്പെട്ട ഐതിഹ്യം നമുക്കറിയാം. എല്ലാ മാധ്യമങ്ങളിലൂടെയും നാം കണ്ട് അറിഞ്ഞിട്ടുള്ളതാണ് ഇവയൊക്കെ. ഇന്ന് ആധുനീകരിച്ച സജ്ജീകരണങ്ങൾ ഉള്ള നമ്മുടെ മീഡിയ വളർന്നതനുസരിച്ച് ധാരാളം സൗകര്യങ്ങൾ നമുക്കുണ്ട്. എന്നാൽ പണ്ട് മുതൽക്ക് തന്നെ അമ്മമാർ ആഘോഷിച്ചു വരുന്ന തിരുവാതിര ഐക്യത്തിൻ്റെയും എളിമയുടെയും കൂട്ടായ്മയുടെയും ഒരു ഉത്സവമായിട്ട് കണക്കാക്കപ്പെടുന്നു. 2026 ധനുമാസത്തിലെ തിരുവാതിര വരുന്നത് പുതുവർഷ പിറവിയിൽ തന്നെയാണ്. ജനുവരി 1-ാം തീയതി മകയിരം കഴിഞ്ഞാൽ 2-ാം തീയതി പകലൊക്കെ മകയിരം, രാത്രി 8 മണിക്ക് ശേഷം തിരുവാതിര. എട്ടങ്ങാടിയൊക്കെ 8 മണിക്ക് മുമ്പ് വരും. അങ്ങനെ പിറ്റേന്ന് മുഴുവൻ 3-ാം തീയതി ജനുവരി 3-ാം തീയതി പകൽ മുഴുവൻ തിരുവാതിര നക്ഷത്രം. ഉറക്കൊഴിച്ചിൽ 2-ാം തീയതി രാത്രി. 3-ാം തീയതി 5:30 തിരുവാതിര വ്രതം അവസാനിക്കും. നക്ഷത്രത്തിൻ്റെ ആ ഫലം അവസാനിക്കുന്നതും ആണ്. പരമശിവനും പാർവതിയും തമ്മിലുള്ള വിവാഹം നടന്നിരുന്ന ആ ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര എന്ന് ഒരു ഐതിഹ്യമുണ്ട്. തിരുവാതിരയുടെ പ്രധാനപ്പെട്ട മറ്റൊരു ഐതിഹ്യം, ശ്രീപാർവതീ ദേവി കഠിന തപസ്സിലൂടെ ശിവനെ ഭർത്താവായി നേടി. ശിവൻ കാമദേവനെ ദഹിപ്പിച്ചപ്പോൾ രതീദേവിയുടെ പ്രാർത്ഥന കേട്ട് ആ കാമദേവനെ ശിവൻ പുനരുജ്ജീവിപ്പിച്ചു. അങ്ങനെ ഭഗവാന്റെ ജന്മദിനമായിട്ടും ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടും തിരുവാതിര ആഘോഷിക്കുന്നു. തിരുവാതിരയ്ക്ക് പ്രധാനമായും ധാരാളം ചടങ്ങുകളുണ്ട്. തിരുവാതിരക്കളി, തിരുവാതിരക്കുളി, തിരുവാതിര വ്രതം, ഊഞ്ഞാലാട്ടം, മത്സരങ്ങൾ, തിരുവാതിരക്കളി മത്സരങ്ങൾ, പിന്നെ മംഗല്യപരമായിട്ടുള്ള ഉപ്പു അരിയും കുറയ്ക്കുക, കുളിക്കുക, അഷ്ടമംഗല്യം, ദശപുഷ്പം ചൂടൽ, പാതിരാപ്പൂ ചൂടൽ തുടങ്ങി നിരവധി മഹിളകളുടെ ഒരു ആഘോഷമായി തിരുവാതിരയെ കണക്കാക്കാം. തിരുവാതിര നാളിൽ മകയിരം അവസാനിക്കുന്നിടം തൊട്ട് എട്ടങ്ങാടി ധാരാളം കിഴങ്ങുവർഗ്ഗങ്ങൾ, എല്ലാ കിഴങ്ങുവർഗ്ഗങ്ങളും ചുട്ട്, പിന്നെ ധാന്യങ്ങളൊക്കെ വറുത്ത്, ശർക്കര, പാവ്, തേന്, നെയ്യ് ഇവയൊക്കെ ചേർത്തിളക്കി അത് ഭഗവതി, ദുർഗ, ശ്രീപാർവതി, ശിവൻ, വിഷ്ണു ഇവർക്കൊക്കെ നേദിച്ച് അവിടെ വെച്ച് തിരുവാതിര കളിച്ച് അങ്ങനെയാണ് മകയിരം കൊണ്ടാടാറുള്ളത്. തിരുവാതിരയ്ക്ക് 7 ദിവസം മുമ്പ് രേവതി നക്ഷത്രത്തിന് തന്നെ സാധാരണ തിരുവാതിര ആഘോഷം തുടങ്ങാറുണ്ട്. രേവതിയുടെ അന്ന് തുടികുളി ആരംഭിക്കുന്നതാണ്. അന്ന് മുതൽ തിരുവാതിര കളിയും ഉണ്ടാവും. പകൽ സമയങ്ങളിലൊക്കെ വനിതകൾ ചേർന്ന്, മംഗല്യസ്ത്രീകൾ ചേർന്ന്, അതും കുട്ടികൾ എല്ലാവരും ചേർന്ന് തിരുവാതിരക്കളി ഉണ്ടാകും. ഊഞ്ഞാലാട്ടം ഇവയൊക്കെ പ്രധാന ചടങ്ങുകളിൽ പെടുന്നു. തിരുവാതിരയ്ക്ക് പുര നിറച്ച് ഒരു പുരയിൽ കൊള്ളുന്നത്, ഒരു വീട്ടിൽ കൊള്ളുന്ന അത്ര ഭക്ഷണം ഉണ്ടാക്കണം, കഴിക്കണം, എല്ലാവരും കൂടിയിരുന്ന് എല്ലാവർക്കും കൊടുക്കണം, എല്ലാവരെയും ക്ഷണിച്ച് സന്തോഷമായി ആഘോഷിക്കണം എന്നാണ് പറയുക. പുരുഷന്മാർ ഇതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. വനിതകളോടൊപ്പം ചേർന്ന് അവരും ആഘോഷിക്കും. പിന്നെ വെറ്റില നിവേദ്യം, ശ്രീ പാർവതിയുടെ അനുസ്മരണയ്ക്കാണ് വെറ്റില നേദ്യം. വെറ്റില ഭക്ഷിക്കുക, 3 കൂട്ടുക. വെറ്റില, പാക്ക് അല്ലെങ്കിൽ അടയ്ക്ക, ചുണ്ണാമ്പ് ചേർത്ത് 3 കൂട്ടുക. അത് 108 വെറ്റിലയാണ് കണക്ക് ഒരു വനിതയ്ക്ക്. അത് ഭർത്താവും ഭാര്യയും ചേർന്ന് ഭക്ഷിച്ച് തീർക്കണം. തിരുവാതിര നക്ഷത്രം കഴിയുന്നതോടുകൂടി അത് അവസാനിപ്പിക്കണം. അത് നടുവ് ചീന്തിയിട്ട് വിളക്കിൻ്റെ 2 ഭാഗത്തുമിട്ട് അതാണ് ആ തിരുവാതിര 3 കൂട്ടൽ അവസാനിപ്പിക്കുന്ന രീതി. അങ്ങനെ രാവിലെ ആയാൽ 5 മണിക്ക് എഴുന്നേറ്റ് രേവതിയുടെ അന്ന് മുതൽ അഷ്ടമംഗല്യത്തിൽ 10-12 വിഭവങ്ങൾ വരും. 8 ആണെങ്കിൽ പോലും അതിൽ ധാരാളം വിഭവങ്ങൾ വരും. കറുകമാല, നെയ്വിളക്ക്, ചെപ്പ്, കണ്ണാടി, കുങ്കുമം, മഞ്ഞൾ,
അലക്കുവസ്ത്രം, ഗ്രന്ഥം തുടങ്ങി ഉള്ള സാധനങ്ങളോടുകൂടി താലത്തിൽ വെച്ച് അത് മഹിളകൾ എല്ലാവരും ഒത്തൊരുമിച്ച് പാട്ടും കളിയും പാട്ടോടുകൂടി കുളത്തിലേക്ക് കാലത്ത് വെളുപ്പിനെ തന്നെ കുളത്തിലേക്ക് ഇറങ്ങി അവിടെ കരയിൽ ആ അഷ്ടമംഗലത്തിൻ്റെ താലം വെച്ച് വിളക്ക് വേറെ, നിലവിളക്ക് അവിടെ വെച്ച്, നെയ്വിളക്ക് താലത്തിലും നിലവിളക്ക് വേറെ കത്തിച്ചതുമായിട്ട് 2 പേർ ചേർന്ന് എടുത്ത് കുളത്തിലേക്ക് നടന്ന്, അങ്ങനെയാണ് എൻ്റെ കുട്ടിക്കാലം മുതൽ കണ്ടിട്ടുള്ളത്. ഞാൻ അതിൽ പങ്കെടുത്തതും അങ്ങനെയാണ്. അങ്ങനെ അവിടെ വെച്ച് കുളത്തിൽ ഇറങ്ങി വരി വരിയായി നിന്ന് ഓരോരുത്തരുടെ പുറകിൽ മറ്റൊരാളായി നിന്ന് അങ്ങനെ അടുത്ത വരി, കുളത്തിന് സ്ഥലം തികയാതെ വന്നാൽ അടുത്തൊരു വരി സൃഷ്ടിക്കും. അങ്ങനെ 2ഉം 3ഉം വരികളിലായി 10ഉം 15ഉം പേരൊക്കെ നിന്നിട്ട്, അന്നൊക്കെ കുളമുണ്ടാവും, നല്ല പടവുകളുമുള്ള കുളം, അല്ലെങ്കിൽ പുഴയാണെങ്കിൽ പുഴ, ഒഴുക്ക് കുറഞ്ഞ പുഴയൊക്കെ ആകുമ്പോൾ സൗകര്യം ഉണ്ടാവും. അങ്ങനെയാണ് കുളിക്കുക പതിവ്. പാട്ടുപാടി തുടിക്കും. ശിവൻ്റെ, ശ്രീപാർവതിയുടെ, കൃഷ്ണൻ്റെ, ഭഗവതിയുടെ ഒക്കെ പാട്ടുപാടി കൈകൊണ്ട് വെള്ളത്തിൽ ശബ്ദമുണ്ടാക്കുന്ന വിധത്തിൽ കൈകൾ തമ്മിൽ കൂട്ടി തുടിക്കുക എന്ന കാര്യം. പിന്നെ അതിന് കുറുകിയ പാട്ട് വെച്ച് കൈകൊണ്ട് വെള്ളം, തൈര് കലക്കുക എന്നെല്ലാവരും വട്ടത്തിൽ നിന്നിട്ട്, വൃശ്ചിക മാസം തന്നിലൊരു നാൾ ഗോപികമാരവരെല്ലാരും മണ്ണു കൊണ്ടൊരു രൂപം തീർത്തു ദേവിയെ വാഴ്ത്തി സ്തുതി ചെയ്തു. ഈ രീതിയിലുള്ള കുറുകിയ പാട്ടുകളായിട്ടാണ് തൈര് കലക്കുമ്പോൾ ഉണ്ടാവുക. മറ്റേത് പണ്ടൊരു നാൾ പരമശിവൻ പാർവതിയോടും കൂടി വെള്ളിമലമുകളിലിരുന്നിടുന്നൊരു കാലത്ത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തുടിക്കുക. കൈ 2ഉം പുറകോട്ട് വെച്ചിട്ട് കൈ തമ്മിൽ ചേർത്ത് അടിക്കുന്ന, അപ്പോൾ വെള്ളത്തിൽ ശബ്ദം ഉണ്ടാവും. അത് കുറേ ദൂരേക്ക് 2-3 കിലോമീറ്റർ അകലേക്കൊക്കെ ആ തുടിക്കാൻ അറിയുന്ന വനിതകളാണെങ്കിൽ ആ ശബ്ദം കേൾക്കാവുന്നതാണ്. അങ്ങനെ തുടികുളി, അത് കഴിഞ്ഞ് ആ നനഞ്ഞ വസ്ത്രമൊക്കെ മഞ്ഞൾ കുറിയിട്ട് അരച്ച്, കല്ലുമ്മിൽ അരച്ച് കുറിയിട്ടിട്ട് വീണ്ടും മുങ്ങിക്കുളിച്ച്, ദേഹശുദ്ധിയൊക്കെ വരുത്തി മുങ്ങിക്കുളിച്ച് ആ വസ്ത്രം അവിടെ വെച്ച് ഉണങ്ങിയ അലക്കിയ മുണ്ടുകൊണ്ട് തലയിൽ തോർത്തി, ദേഹമൊക്കെ തോർത്തിയിട്ട് ഉണങ്ങിയ വസ്ത്രം ഇട്ടിട്ട്, കോടി അല്ലെങ്കിൽ കോടി അലക്കിയത് ഉണങ്ങിയത് കൊടുത്തിട്ടാണ് നമ്മൾ വീണ്ടും ഗൃഹത്തിലേക്ക് പോവുക. നനഞ്ഞതൊക്കെ കുളത്തിൽ തന്നെ വെക്കും, പിന്നെ എപ്പോഴെങ്കിലും വന്ന് എടുക്കുകയേ ഉള്ളൂ. നനഞ്ഞത് കൊണ്ട് പോവരുത് എന്നാണ് പറയാറ്. അങ്ങനെ കുളിച്ച് കഴിഞ്ഞ് വന്ന് ഗൃഹത്തിൽ വന്ന് അവിടെ വിളക്ക് വെച്ചിരുന്ന് കുറിയിട്ടു, കണ്ണെഴുതി, വരക്കുറിയിടും. ഇല 3 ചീന്താക്കിയിട്ട് 3, 4 ഒക്കെ വര പോലെ, ഈ കോപ്പിക്കൊക്കെ ലൈൻ ഇട്ടതുപോലെയുള്ള നല്ല കളഭത്തിൻ്റെ കുറി, അങ്ങനെ വരക്കുറിയിട്ട് കുങ്കുമം തൊട്ട് നല്ല വസ്ത്രങ്ങളൊക്കെ ഉടുത്ത് വീണ്ടും തിരുവാതിരക്കളി. കൃഷ്ണൻ, ഗണപതി, ആദ്യം ഗണപതി, പിന്നെ സരസ്വതി, പിന്നെ കൃഷ്ണൻ, ചുരുങ്ങിയത് ഇത്രയെങ്കിലും 3 കളിയെങ്കിലും കളിക്കും ശിവൻ. ഈ കളികൾ, തിരുവാതിരക്കളി കഴിഞ്ഞതിന് ശേഷം പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് എന്തെങ്കിലും വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് പുഴുക്ക്, അന്നൊന്നും നോൽക്കണമെന്നൊന്നുമില്ല, അരിഭക്ഷണമൊക്കെ ആവാം. പിന്നെ മകരം, തിരുവാതിര തുടങ്ങിയാലേ വ്രതം എടുക്കേണ്ടതുള്ളൂ. അങ്ങനെ 7 ദിവസങ്ങളിലായി ഈ തുടികുളി നടന്നുകൊണ്ടിരിക്കും, തിരുവാതിരക്കളിയും നടന്നുകൊണ്ടിരിക്കും. അതോടൊപ്പം ഊഞ്ഞാലാട്ടവും. പകൽ സമയങ്ങളിലൊക്കെ, ഇടവേളകളിലൊക്കെ ഊഞ്ഞാലാട്ടം. കന്യകമാർക്ക് നല്ല ഭാവി ഉണ്ടാവാനും നല്ല വരനിൽ ലഭിക്കാനും നല്ല സുഖപ്രദമായ വിവാഹ ജീവിതം ഉണ്ടാകുവാനും നല്ല ഐശ്വര്യപ്രദമായ തൊഴിൽ, വിവാഹ ജീവിതം ഇവയൊക്കെ ഉണ്ടാകാനുമൊക്കെ ആയിക്കൊണ്ടാണ് ഈ വ്രതം എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി, അങ്ങനെ അവരെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുതിർന്ന മംഗല്യ സ്ത്രീകളായിട്ടുള്ള മുതിർന്ന ആൾക്കാർ നേതൃത്വം വഹിച്ചുകൊണ്ടാണ്. മുതിർന്ന ആൾക്കാർക്കാണ് പ്രാധാന്യം. മംഗല്യം ഉള്ള മുതിർന്ന ആൾക്കാർക്കാണ്, ഏറ്റവും പ്രായം കൂടിയ ആൾക്കാണ് പ്രാധാന്യം എന്ന് പറയാറുണ്ട്. അങ്ങനെ എല്ലാ മഹിളകളും, എല്ലാ മംഗല്യ സ്ത്രീകളും കൂടിച്ചേർന്ന് ഈ 7 ദിവസം ആഘോഷിക്കും. അങ്ങനെ മകയിരത്തിന് എട്ടങ്ങാടി നിവേദ്യം കഴിഞ്ഞ് അവിടെ നിന്ന് പാട്ടുപാടിക്കളി, ചന്ദ്രനെ കാണൽ. പിന്നീട് തിരുവാതിരയുടെ ആ തുടങ്ങുന്ന സമയത്ത് ഉപ്പും അരിയും കുറയ്ക്കുക എന്ന് പറയും. ആ ഉപ്പ്, ചാമേരി ഇവ വിളക്ക് കത്തിച്ച് വെച്ച് അവിടെ ഇരുന്ന് കണ്ണെഴുതി കുറിയിട്ട് നിവേദിച്ച് ദശപുഷ്പം ചൂടി അതിന് ശേഷം ഉപ്പും അരിയും കുറയ്ക്കുക. അതിൻ്റെ കൂടെ ഇളനീരിൻ്റെ വെള്ളം, തേങ്ങാപ്പൂള്, ഇളനീരിൻ്റെ പൂള്, പിന്നെ വറുത്ത കായ, പച്ചക്കായ ചുട്ടത്, കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം, ശർക്കര
എന്നിവയൊക്കെ ചേർത്ത് വെച്ച് ഒരു വലിയ നാക്കിലയിൽ ഒരു നിലവിളക്കിനടുത്ത് വെച്ച് ആ ഉപ്പേരിയും കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കുറേശ്ശെ എടുത്ത് ഭക്ഷിച്ച് ഓരോരുത്തരും അങ്ങനെ വാൽക്കണ്ണാടി കയ്യിൽ വെച്ചിട്ട് വേണം എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ. ദശപുഷ്പമാല ചൂടണം. അങ്ങനെ താലി കഴുത്തിൽ മംഗല്യസൂത്രം ഉള്ളവർ അത് പിടിച്ചുകൊണ്ട് ആ ഭഗവാനെ പരമേശ്വരനെയും ശ്രീപാർവതിയെയും വിചാരിച്ചുകൊണ്ട് ദശപുഷ്പമാല ചൂടി അവിടുന്ന് നമസ്കരിച്ച് എഴുന്നേൽക്കുന്നു. അങ്ങനെ ഓരോ മംഗല്യ സ്ത്രീകളും ചെയ്യുക. അതിനുശേഷം പിന്നെ വീണ്ടും പാട്ടുപാടിക്കളി, തിരുവാതിരക്കളി, പഴമ രീതിയിലുള്ള തിരുവാതിരക്കളി. അത് കഴിഞ്ഞ് പുഴുക്ക് വയ്ക്കും. തിരുവാതിര പുഴുക്ക്, ചെറുപയർ, കടല, കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇവയൊക്കെ ചേർത്തിട്ടുള്ള പുഴുക്ക്, പഴവർഗ്ഗങ്ങൾ, പിന്നെ ഇളനീര് ഇവയൊക്കെ ചേർന്നുള്ള ഗോതമ്പ് ദോശ, ചോറ് ഇവയൊക്കെ ചേർന്നുള്ള ഭക്ഷണം സുഭിക്ഷമായി കഴിക്കും. അത് ഇലയിട്ട് വിളമ്പി എല്ലാവരും ഒത്തൊരുമിച്ച് പാട്ടുപാടി രസിച്ച് കളിച്ചുകൊണ്ടാണ് ഭക്ഷണമായാലും ഊഞ്ഞാലാട്ടമായാലും തിരുവാതിരക്കളിയായാലും എല്ലാം അവിടെ കൊണ്ടാടാറുള്ളത്. 7 ദിവസം നല്ല ആഘോഷമായി തന്നെ തിരുവാതിര കൊണ്ടാടപ്പെടുന്നു. ഒരു വേള തിരുവോണം പോലെ തന്നെയാണ്. തിരുവോണം തന്നെ ആ 10 ഓണം എന്ന് പറയും പോലെ തന്നെ തിരുവാതിരയ്ക്കും ഏകദേശം ആ തരത്തിലുള്ള ഐതിഹ്യമുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ മഹാവിഷ്ണു വാമനൻ ആണ് തിരുവോണത്തിന് എങ്കിൽ ഇവിടെ പരമേശ്വരനും പാർവതിയും ആണ് പ്രധാനമായിട്ടുള്ളത്. പരമേശ്വരൻ്റെ നാളാണ് തിരുവാതിര നക്ഷത്രം. പാർവതീദേവി അതികഠിനമായി സതീദേവി ആയിരുന്ന ആ ജന്മത്തിൽ തപസ് ചെയ്തുകൊണ്ട് ശിവനെ പ്രത്യക്ഷമാക്കി ശിവനെ വരനായി ലഭിക്കുവാൻ പ്രാർത്ഥിച്ചത് മൂലം ദാമ്പത്യ വിജയമുണ്ടാവുകയും ജഗതപിതരവ് വന്ദേ പാർവതി പരമേശ്വരവും എന്ന് പറയുന്നത് പോലെ ലോകമാതാവും ലോക പിതാവും ആയിട്ടുള്ള ആ പാർവതീദേവിയും ശിവനും പരമേശ്വരനും ഈ തിരുവാതിരയുടെ പ്രധാന കേന്ദ്ര ബിന്ദുക്കളായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ തിരുവാതിര ആഘോഷം മഹിളകളുടെ, വനിതകളുടെ, മംഗല്യ സ്ത്രീകളുടെ, കന്യകമാരുടെ, പെൺകുട്ടികളുടെ എല്ലാവരുടെയും വളരെ മഹത്തായ, മഹനീയമായ, വേണ്ടപ്പെട്ടതായ, ആവശ്യം ആഘോഷിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാന ഉത്സവമാണ് എന്ന് നമുക്കറിയാം. അതിലൂടെ നാം തിരുവാതിരയെ, ഭഗവാനെ, പരമേശ്വരനെ വന്ദിക്കുകയും പരമേശ്വരൻ്റെ കീർത്തനങ്ങൾ, സ്തുതികൾ തുടങ്ങിയ പാട്ടുകൾ പാടി കളിക്കുകയും തിരുവാതിര അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ തിരുവാതിരയുടെ ഏതാണ്ട് അവസാന ഭാഗത്തിലേക്ക് എത്തും. തിരുവാതിര അവസാനിക്കുന്ന സമയത്ത്, അത് രാത്രിയാണെങ്കിൽ രാത്രി ആ 12 മണിക്കൊക്കെ പാതിരാപ്പൂ ചൂടൽ എന്ന് പറയുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ട്. തിരുവാതിര മധ്യ സമയമാകുമ്പോൾ, അതായത് ഉറക്കമൊഴിച്ചിലിൻ്റെ ദിവസം രാത്രി 12 മണി ആവുമ്പോൾ ആണ് അവിടെ വിളക്കൊക്കെ വെച്ച് ഇതുപോലെ തന്നെ പലകയിലിരുന്ന്, അവണപ്പലകയിലിരുന്ന് എല്ലാ കുറികളും ചന്ദനം, ദശപുഷ്പമാല, കുങ്കുമം, കൺമഷി ഇവയൊക്കെ അണിഞ്ഞ് 3 കൂട്ടി അത് കഴിഞ്ഞതിന് ശേഷം പാതിരാപ്പൂ ചൂടും. കൊടുവേരിയുടെ പൂവാണ് എന്നാണ് പറയുക. ചുവന്ന ചെറിയൊരു തെച്ചിപ്പൂവിൻ്റെ, ഏതാണ്ട് തെച്ചിപ്പൂവിൻ്റെ ആകൃതിയിലുള്ള ഒരു പൂവാണ്. അതിപ്പോൾ എല്ലാ സ്ഥലത്തും കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് പകരം കറുകയോ തുളസിയോ പ്രധാനമായി എടുത്തിട്ട് അങ്ങനെ ചൂടും. ദശപുഷ്പം പ്രധാനമായിട്ട് മാല കിട്ടിയിട്ട് അത് ചൂടും. അത് കഴിഞ്ഞ് ആ പാതിരാപ്പൂ ചൂടൽ കഴിഞ്ഞ് ചന്ദ്രനെ കാണൽ എന്ന ചില ഭാഗത്തേക്കൊക്കെ, തെക്കൻ ഭാഗങ്ങളിലേക്കും ഏതാണ്ട് മധ്യ കേരളത്തിലുമൊക്കെ നിലനിന്നിരുന്നാണ് ചന്ദ്രനെ കാണൽ എന്ന്, വള കാണിക്കുക ചന്ദ്രനെ എന്ന് പറഞ്ഞ് കൈ നിറയെ വളയുള്ള മഹിളമാർ, അതായത് മംഗല്യ സ്ത്രീകൾ വള 2 കൈയും പിണച്ചിട്ട് മുകളിലേക്ക് നോക്കി ഇങ്ങനെ ചന്ദ്രനെ കാണിക്കുന്നതായിട്ട് നടിക്കുകയും അതിനുശേഷം പ്രദക്ഷിണം വെച്ച് തൊഴുത് നമസ്കരിച്ച് പോരുകയും ചെയ്യുന്നു. അങ്ങനെ ഓരോരോ മഹിളകൾ, ഓരോരോ മംഗല്യസ്ത്രീകളും ചെയ്യുകയും അതോടെ ആ കർമ്മം അവസാനിക്കുകയും ചെയ്യും. അതിനുശേഷം തിരുവാതിര അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തിരുവാതിര നാഴിക വെച്ച്, നാഴികയും വിനാഴികയും നോക്കി അത് അവസാനിക്കുന്ന തരത്തിൽ ജ്യോത്സ്യൻ പ്രവചിച്ച പ്രകാരം അല്ലെങ്കിൽ കലണ്ടർ, പഞ്ചാംഗം എന്നിവയിൽ നാം കണ്ടതു പ്രകാരം ഉള്ള ആ സമയം അനുസരിച്ച് അവിടെ നാം വീണ്ടും ഉപ്പുവരിയും കുറച്ച് ആ വ്രതത്തെ അവസാനിപ്പിക്കുന്നു. അവസാനിക്കുന്ന സമയത്ത് ഉപ്പും അരിയും തന്നെ കുറയ്ക്കാവുന്നതാണ്. അതിനും ദശപുഷ്പം ചൂട, വെറ്റില നിവേദ്യം, നമ്മൾ വെറ്റില
മൂന്നും കൂട്ടൽ അവസാനിപ്പിക്കുന്നതിനായിട്ടുള്ള ആ ചടങ്ങുകളും കൂടെ ബാക്കിയുണ്ട്. നിലവിളക്കിൽ കയറിയിടുക. എന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ മൂന്നെണ്ണം എടുത്തിട്ട് ഒന്നിച്ച് വായൽ ഇട്ടിട്ട് മൂന്നും കൂട്ടി ചവച്ച് തുപ്പുക. അതിന് ശേഷം ഉപ്പേരിയും കുറച്ച് തൊഴുത് വീണ്ടും തിരുവാതിര കളിച്ച് എല്ലാവരും ഒത്തുചേർന്ന് ആ വ്രതത്തെ അവസാനിപ്പിക്കുകയും പിന്നീട് എല്ലാവരും വെളുപ്പിനാണ് അവസാനിക്കുന്നതെങ്കിൽ എല്ലാവരും പിരിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഈ മഹത്തായ ആചാരത്തെ, ഈ വളരെ മഹനീയമായ ശ്രേഷ്ഠമായ മഹിളകൾക്കിടയിലുള്ള കേരളത്തിലുള്ള ഈ ആഘോഷത്തെ എല്ലാവരും വരവേൽക്കേണ്ടതാണ്, എല്ലാവരും അറിയേണ്ടതാണ്. ഏവർക്കും നമസ്കാരം, നന്ദി.